ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 96-ാമത്തെ സൂറത്തും 30-ാം ജുസ്ഇൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 19-ാമത്തെ സൂറത്തുമായ സൂറത്തുൽ അലഖാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഈ സൂറത്തിൽ ആകെ 19 ആയത്തുകളാണ് ഉള്ളത്. 19 ആയത്തുകൾ മാത്രമുള്ള 3 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഈ സൂറത്തിന് പുറമെ സൂറത്തുൽ അഅല, സൂറത്തുൽ ഇൻഫിത്വാർ എന്നിവയാണ് മറ്റ് സൂറത്തുകൾ. ഈ സൂറത്തിന് 2 ഭാഗങ്ങളുണ്ട് എന്ന് പറയാം. 1-ാമത്തെ ആയത്ത് മുതൽ 5-ാമത്തെ ആയത്ത് വരെയാണ് ആദ്യ ഭാഗം. 6 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് 2-ാമത്തെ ഭാഗം. ഏറ്റവും ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചത് ഈ സൂറത്തിലെ ആദ്യ 5 വചനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഈ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ അലഖ് എന്നാണല്ലോ. ആ പദം ഈ സൂറത്തിൻ്റെ 2-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ വരുന്നുണ്ട്. അലഖ് എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട 3 അർത്ഥങ്ങളാണുള്ളത്. ഒന്ന് തൂങ്ങിക്കിടക്കുന്നത്, മറ്റൊന്ന് അട്ട, മറ്റൊന്ന് രക്തക്കട്ട. അതിൻ്റെ വിശദീകരണം നമുക്ക് ക്ലാസ്സിൽ പറയാം. ഏതായാലും ഇന്ന് ഈ സൂറത്തിൻ്റെ ആദ്യ 2 ആയത്തുകൾ നമുക്ക് പഠിക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലസീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഈ സൂറത്ത് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സായപ്പോൾ 40 വയസ്സ് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ആയിട്ടില്ല, പ്രവാചകനായിട്ടില്ല. ഒരു പ്രവാചകനല്ലാത്ത ഒരു വ്യക്തി. അദ്ദേഹം 40 വയസ്സായ സമയത്ത് അദ്ദേഹത്തിന് തോന്നുകയാണ് ഒറ്റയ്ക്കിരിക്കണം, എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ഒറ്റയ്ക്കിരിക്കണം. അങ്ങനെ നൂർ മലയിലെ ജബലുന്നൂരിലെ ഹിറ എന്ന് പറയുന്ന ആ ഗുഹയിൽ അദ്ദേഹം പോയിട്ട് ഒറ്റയ്ക്കിരിക്കുകയാണ്. ആരാധനാകർമ്മങ്ങളുമായിട്ടാണ് ഇരിക്കുന്നത്. ഏതായിരുന്നു അന്നത്തെ ആരാധനാകർമ്മം, എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നൊന്നും വ്യക്തമല്ല. പക്ഷേ ഒറ്റയ്ക്കിരിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടം തോന്നുകയാണ്, ഏകാന്തവാസം ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ അവിടെ പോയി ഒറ്റയ്ക്കിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത, ആദ്യകാലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പല വഹയും ഇറങ്ങിയിരുന്നു. അത് സ്വപ്നത്തിലൂടെയായിരുന്നു. അദ്ദേഹം കാണുന്ന സ്വപ്നങ്ങൾ പകൽ വെളിച്ചം പോലെ ആയിരിക്കും, അത് പുലരുകയും ചെയ്യും. പിന്നീടാണ് ഏകാന്തത ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത്, ഒറ്റയ്ക്കിരിക്കാനുള്ള താല്പര്യം വന്നു തുടങ്ങുന്നത്. അങ്ങനെ കയ്യിലുള്ള ഭക്ഷണം തീരുമ്പോൾ വീട്ടിലേക്ക് വരും, വീണ്ടും ഭക്ഷണവുമായിട്ട് തിരിച്ചു പോകും. അല്ലെങ്കിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായിട്ട് അങ്ങോട്ട് ചെല്ലും, ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 55 വയസ്സൊക്കെയാണ് പ്രായം. 55 വയസ്സൊക്കെയുള്ള ഒരു സ്ത്രീ ആ ഒരു മല കയറുക എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് അങ്ങോട്ടുള്ള വഴിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്, പോയ ആളുകൾക്കറിയാം. വളരെ നല്ല സ്റ്റെപ്പുകളൊക്കെയാണ് ഏകദേശമൊക്കെ ഉള്ളത്. എന്നാൽ പോലും അങ്ങോട്ട് കയറാനുള്ളൊരു പ്രയാസം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങോട്ട് കയറാൻ വഴിയോ ഒന്നുമില്ല. എന്നിട്ട് ആ മല കയറണമെന്നുണ്ടെങ്കിൽ എത്ര ഒരു പ്രയാസമായിരിക്കും. ആ രൂപത്തിൽ അങ്ങോട്ട് ഭക്ഷണം എത്തിക്കുകയും തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്യുക. അപ്പോൾ ആ രൂപത്തിലാണ് അവിടെ കഴിഞ്ഞുകൂടിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് ഇഖ്റ, നീ വായിക്ക് എന്നാണ്. ഇഖ്റ എന്ന് പറയുന്ന സമയത്ത്, വായിക്കാൻ പറയുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എനിക്ക് വായിക്കാൻ അറിയില്ല. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം വീണ്ടും പറയുകയാണ്, നീ വായിക്ക്. അപ്പോഴും എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം കൂട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം ഈ സൂറത്തിലെ ആദ്യത്തെ 5 വചനങ്ങൾ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലസീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലസീ അല്ലമ ബിൽ ഖലം
അല്ലമൽ ഇൻസാന മാലം യാലം, അതുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പാരായണം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ആ ഒരു സംഭവം നടന്നപ്പോൾ, അത് ആദ്യമായിട്ട് നടക്കുന്നതാണ് അങ്ങനെ ഒരു കാര്യമൊക്കെ, ആരാണെങ്കിലും പേടിച്ചു പോവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ പേടിച്ച് വീട്ടിലേക്ക് ഓടി വരികയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്നിട്ട് എന്നെ ഒന്ന് പുതപ്പിച്ചതാ എന്ന് പറയാണ് ചെയ്യുന്നത്. ഖദീജ ബീവി നേരെ പുതപ്പിച്ചു കൊടുത്തു. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മരിക്കുമെന്ന് തോന്നുന്നു, എനിക്കാകെ പേടി തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, അങ്ങനെയൊന്നും നിങ്ങൾക്ക് സംഭവിക്കില്ല, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ ബന്ധുക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്, സത്യം പറയുന്നവനാണ്, നിസ്സഹായരായ ആളുകൾക്ക് സഹായം നൽകുന്നവനാണ്, അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്, പാവപ്പെട്ട ആളുകൾക്ക് സമ്പാദിച്ചു കൊടുക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറേ മഹത്വങ്ങൾ പറഞ്ഞിട്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ആശ്വസിക്ക്, നിങ്ങൾ സമാധാനിക്ക് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും നമുക്ക് വലിയൊരു പാഠമുണ്ടല്ലേ. സാധാരണഗതിയിൽ മറ്റേതെങ്കിലും ഒരു ഇണയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി? ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് അതും സംഭവിക്കും, അതിൻ്റെ അപ്പുറമുള്ളതും സംഭവിക്കും. ഇവിടെ എന്നെയും ഇവരെയൊക്കെ ഒറ്റക്കിട്ടിട്ട് നിങ്ങളവിടെ പോയിരിക്കുക, അതും ആ കാട്ടിൽ, നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേടാന്നൊക്കെ ചോദിക്കും. എന്നിട്ട് വന്ന് കയറിയ പാടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള തിരക്കായിരിക്കും. പക്ഷേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആദ്യം ശരിക്ക് ആശ്വസിപ്പിച്ച് ഒന്ന് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ആ ഒരു പുതപ്പിട്ട് മൂടിക്കൊടുക്കാൻ പറഞ്ഞല്ലോ, ആ പുതപ്പ് അവിടെ ശരിക്ക് ഒരു പുതപ്പിട്ട് മൂടലുണ്ട്, അതിന് പുറമെ ഇണകളുടെ ഒരു പുതപ്പിക്കലുണ്ടല്ലോ, ഒരു ചേർത്ത് പിടിക്കലുണ്ട്. അതാണ് ശരിക്ക് സാധാരണ പുതപ്പിനേക്കാൾ ഏറ്റവും വലിയ ആശ്വാസം. നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാനില്ലേ കൂടെ എന്ന രൂപത്തിൽ ഒന്ന് ചേർത്ത് പിടിച്ചാൽ, അതാരാണെങ്കിലും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ആ ഒരു ചേർത്ത് പിടിക്കലുണ്ടെങ്കിൽ വലിയൊരു ആശ്വാസമാണ്. ആ ആശ്വാസമൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമായതിനു ശേഷമാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്താണ് അവിടെ നടന്നത്. ആ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുന്ന എൻ്റെ ഒരു പിതൃവ്യ പുത്രനുണ്ടല്ലോ, വറഖത്ത് ബിനു നൗഫൽ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം. അങ്ങനെ രണ്ടുപേരും കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. വറഖത്ത് ബിനു നൗഫൽ എന്ന് പറയുന്നത് അന്നൊരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ഈ ബൈബിളൊക്കെ ഹീബ്രു ഭാഷയിലേക്കും അറബി ഭാഷയിലേക്കുമൊക്കെ തർജ്ജമ ചെയ്യുന്ന ആളാണ്. ധാരാളമായിട്ട് നന്നായിട്ട് ബൈബിളിലെ കാര്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തിയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രവാചകൻ മൂസായുടെ അടുത്തേക്ക് വന്ന അതേ മലക്ക് തന്നെയാണ് മുഹമ്മദ് എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്തേക്കും വന്നത്. അദ്ദേഹത്തെ അള്ളാഹു പ്രവാചകനാക്കാൻ ഉദ്ദേശിക്കുന്നു. മാത്രമല്ല, അങ്ങനെ പ്രവാചകനാക്കി കഴിഞ്ഞാൽ ആളുകളുടെ അടുത്ത് നിന്ന് ധാരാളമായി എതിർപ്പുകൾ പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന് ആ ഒരു പദവി ലഭിക്കുന്ന കാലത്ത് ഞാനെങ്ങാനും ജീവിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ പിന്തുണക്കും, ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഞാൻ പിന്തുണക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് വളരെ വലിയൊരു ആശ്വാസമായി ഇവർക്ക്. അങ്ങനെയാണ് ഇവർ തിരിച്ചു പോരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം. ഇനി നമുക്ക് ഈ ആദ്യത്തെ 2 ആയത്തുകളൊന്ന് പഠിക്കാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ, ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്. അതിൻ്റെ കൽപ്പനക്രിയ ഇഖ്റ, നീ വായിക്ക്, അമ്രാണ്, കൽപ്പനക്രിയയാണ്. ബിസ്മി, ബി എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. കൊണ്ട്, ഓട്, ഇൽ. ഇവിടെ കൊണ്ട് എന്നോ അല്ലെങ്കിൽ ഇൽ എന്നോ അർത്ഥം കൊടുക്കാം. ഇസ്മുൻ, പേര്. അപ്പോൾ ബിസ്മി, പേരിൽ അല്ലെങ്കിൽ പേര് കൊണ്ട്. ആരുടെ പേര് കൊണ്ട്? റബ്ബിക്ക, റബ്ബ് രക്ഷിതാവ് അല്ലെങ്കിൽ നാഥൻ, റബ്ബ്. ക, നിൻ്റെ, റബ്ബിക്ക, നിൻ്റെ നാഥൻ്റെ, നിൻ്റെ രക്ഷിതാവിൻ്റെ. ശരിക്ക് റബ്ബ് എന്നുള്ളതിന് തുല്യമായ ഒരു പദം മലയാളത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റബ്ബ് എന്ന് ശരിക്കും പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ സൃഷ്ടിക്കുകയും പിന്നീട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും, ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകുകയും ആ ജീവിതത്തിലുടനീളം നമ്മളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്തവനെന്നാണ്. അത്രയും വിശാലമായ അർത്ഥമാണ് റബ്ബിനുള്ളത്. അപ്പോൾ നമ്മളതിന് രക്ഷിതാവ് എന്നൊക്കെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പകുതിയാവുള്ളൂ. രക്ഷിതാവാണ്, നമ്മുടെ രക്ഷിതാവാണ്.
നമ്മളെ രക്ഷിക്കുന്നവനാണ്, നമ്മുടെ സൃഷ്ടാവാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ചേർന്നതാണ് റബ്ബ്. റബ്ബ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ സൃഷ്ടിക്കുന്നുണ്ട്. സൃഷ്ടിച്ചതിന് ശേഷം ഇവിടെ ജീവിക്കാനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ജീവിച്ചു വരുമ്പോൾ നമ്മളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ആദ്യം ഒരു ശിശുവാണ്, പിന്നീട് കുറച്ചും കൂടെ ഒരു ബാല്യകാലം വന്നു, പിന്നെ ഒരു കൗമാരപ്രായം വന്നു, ഒരു യൗവനകാലം വന്നു, വാർദ്ധക്യം വന്നു. അങ്ങനെ പടിപടിയായി നമ്മളെ വളർത്തിക്കൊണ്ടുവരികയാണ്. അതാണ് റബ്ബ് എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥം. അപ്പോൾ റബ്ബിക്ക, നിൻ്റെ രക്ഷിതാവിൻ്റെ, തൽക്കാലം നമുക്ക് രക്ഷിതാവ് എന്നോ നാഥൻ എന്നൊക്കെ അർത്ഥം പറയാം. നിൻ്റെ നാഥൻ്റെ. എങ്ങനെയുള്ള നാഥനാണ്? അല്ലസീ ഖലഖ, അല്ലസീ അങ്ങനെയുള്ളവനായ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവൻ. അതതിന് ശേഷം വരുന്ന പദവുമായിട്ട് ചേർത്തിട്ട് അർത്ഥം പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഖലഖ, സൃഷ്ടിച്ചു. അപ്പോൾ അല്ലസീ ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവനായ. ഇവിടെ ഖലഖ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ അക്ഷരം ഹ ആണ്, പുള്ളി ഉള്ളതാണ് അവിടെ. അത് മാറിയിട്ട് അത് കൃത്യമായിട്ട് പറയാൻ കിട്ടാത്ത രൂപത്തിൽ ഹലഖ എന്ന് പറയുന്നവരുണ്ട്. അവിടെ ഹലഖ എന്നുള്ളതിന് പകരം ഹലഖ എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ വലിയ തെറ്റായിട്ട് മാറും. ഹലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ്. അത് പുള്ളി ഇല്ലാത്ത രൂപത്തിലാണെങ്കിൽ, ഹലഖ എന്നാണെങ്കിൽ മുടി വടിച്ചു അല്ലെങ്കിൽ മുടി വെട്ടി എന്നൊക്കെയാണ്. ഹാലിഖ് എന്ന് പറഞ്ഞാൽ ബാർബറാണ്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാണ്. അപ്പോൾ അർത്ഥം യഖ്റ ബിസ്മി റബ്ബിക്കല്ലസീ ഖലഖ്, സൃഷ്ടിച്ചവനായ താങ്കളുടെ നാഥൻ്റെ നാമത്തിൽ താങ്കൾ വായിക്കണം, താങ്കൾ വായിക്കുക. അത് തെറ്റിയിട്ട് പറയുമ്പോൾ മുടി വടിച്ചവനായ താങ്കളുടെ നാഥൻ്റെ നാമത്തിൽ നിന്നൊക്കെയാണ് വരിക. അപ്പോൾ അതൊരു വലിയ തെറ്റാണ്. ചെറിയ കുട്ടികൾ വളർന്നു വരുമ്പോഴേ അവരെ കൃത്യമായിട്ട് അക്ഷരം പറഞ്ഞ് ശീലിപ്പിക്കണം. അടുത്ത ആയത്ത് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖലഖ, സൃഷ്ടിച്ചു, അവൻ സൃഷ്ടിച്ചു എന്നർത്ഥം. ഇവിടെ ആര് എന്ന് പറഞ്ഞിട്ടില്ല. ഖലഖ എന്ന് പറയുമ്പോൾ ആരാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ അതിൻ്റെ കൂടെ അവൻ എന്ന് കൂടെ ചേർത്ത് പറയും. അപ്പോൾ ഖലഖ, അവൻ സൃഷ്ടിച്ചു. അല്ലെങ്കിൽ ഖലഖ അല്ലാഹു എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അവൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഖലഖ, അവൻ സൃഷ്ടിച്ചു. ആരെ? അൽ ഇൻസാന, മനുഷ്യനെ. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്? മിൻ അലഖ്. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. മിനൽ മദ്രസത്തി, മദ്രസയിൽ നിന്ന്. മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന്. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. മിൻ അലഖ്, അലഖിൽ നിന്ന്. അലഖ് എന്നുള്ളതും ഒരു അത്ഭുതകരമായ പദം തന്നെയാണ്. അലഖ് എന്നുള്ളതിനും തുല്യമായ രൂപത്തിൽ ഒരു മലയാള അർത്ഥം പറയാൻ കഴിയില്ല. അലഖ് എന്ന് പറഞ്ഞാൽ തൽക്കാലം നമുക്ക് സിക്താണ്ഡം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം അണ്ടവും ബീജവും തമ്മിൽ കൂടിച്ചേർന്നതിന് ശേഷം ഒരു അട്ടയുടെ രൂപവും സ്വഭാവവും കാണിക്കുന്ന രക്തക്കട്ട പോലെയുള്ള അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വസ്തു എന്നാണ്. അത്രയും രൂപത്തിലൊന്നും അർത്ഥത്തിന് നമുക്ക് മലയാളത്തിൽ കിട്ടൂലല്ലോ. അപ്പോൾ ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ സിക്താണ്ഡത്തിൽ നിന്ന് അല്ലെങ്കിൽ അലഖിൽ നിന്ന് സൃഷ്ടിച്ചു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ആയത്തിൽ ഇഖ്റ എന്നാണ് തുടക്കം. നീ വായിക്കണം, താങ്കൾ വായിക്ക്. എന്താണ് വായിക്കേണ്ടത്? ഏതെങ്കിലും ഒരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏടോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്തുകളോ കാണിച്ചു കൊടുത്തിട്ട് ഇത് നീ വായിക്ക് എന്നല്ലല്ലോ പറയണത്. അവിടെ പറഞ്ഞയച്ച അള്ളാഹുവിനറിയാം, ഈ ജിബ്രീലിനെ പറഞ്ഞയച്ച അള്ളാഹുവിനറിയാം മുഹമ്മദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന് എഴുത്തും വായനയൊന്നും അറിയില്ല. അപ്പോൾ എഴുത്തും വായനയും ഒന്നും അറിയാത്ത ഒരാളുടെ അടുത്തേക്ക് ഒരു മലക്കിനെ പറഞ്ഞയച്ചിട്ട് ആ മനുഷ്യനോട് നീ വായിക്കണം, നീ വായിക്ക് എന്ന് പറയുമ്പോൾ അത് എന്താണ് അങ്ങനെ? അവിടെ നമുക്കൊരു ആകെക്കൂടെ ഒരു ആശയക്കുഴപ്പം തോന്നുമല്ലോ. അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും, എഴുത്ത് വായന എന്നുള്ള രൂപത്തിലുള്ളൊരു വായനയല്ല അവിടെ പറയുന്നത്. അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കാൻ വേണ്ടി പറയാണ് ജിബ്രീലിലൂടെ. ആ വായന എഴുത്ത് അറിയാത്ത അവസ്ഥയിലും വായിക്കാൻ പറ്റുന്ന വായനയാണ്. ആ വായനയ്ക്ക് ചുണ്ടുകളുടെ ആവശ്യമില്ല. ഈ പ്രപഞ്ചത്തെ വായിച്ചെടുക്കാനാണ് പറയുന്നത്. എന്നാൽ എഴുത്തിലൂടെയുള്ള വായന എന്ന അർത്ഥം കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. ശരി, അപ്പോൾ ഇഖ്റ, താങ്കൾ വായിക്കണം. ബിസ്മി, നാമത്തിൽ അല്ലെങ്കിൽ നാമം കൊണ്ട്, പേരുകൊണ്ട്, പേരിൽ. റബ്ബിക്കല്ലസീ ഖലഖ്, സൃഷ്ടിച്ചവനായ താങ്കളുടെ നാഥൻ്റെ. അപ്പോൾ ഈ പ്രപഞ്ചത്തെ ഒന്നിച്ച് വായിക്കാനുള്ളൊരു കൽപ്പനയാണ് ഒന്നാമത്തെ ആയത്തിൽ തന്നെ പറയുന്നത്. കാരണം ഈ ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന ആ രൂപത്തിൽ വായിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക?
നമ്മളെ ആരാണ് സൃഷ്ടിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വരും. അതുകൊണ്ട് തന്നെ ഇതേ ആയത്തിൽ സൃഷ്ടിപ്പിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിച്ചവനായ താങ്കളുടെ നാഥൻ്റെ നാമത്തിൽ വായിക്കാനാണ് പറഞ്ഞത്. ഇവിടെ സൃഷ്ടിച്ചവനായ എന്ന് പറഞ്ഞപ്പോൾ താങ്കളെ സൃഷ്ടിച്ചവനായ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച, ജീവനുള്ളവയെയും ജീവനില്ലാത്തവയെയും എല്ലാറ്റിനെയും സൃഷ്ടിച്ച അങ്ങനെയുള്ള താങ്കളുടെ രക്ഷിതാവിൻ്റെ, താങ്കളുടെ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും, നല്ല കാര്യങ്ങളും തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ പേര് കൊണ്ട്, ബിസ്മി കൊണ്ടായിരിക്കണം എന്നുള്ള സൂചനയും ഇവിടെ തന്നെയുണ്ട്. അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കാനാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിലുള്ള ഏതിനെക്കുറിച്ച് വായിച്ചാലും നമുക്ക് സൃഷ്ടാവിനെ തിരിച്ചറിയാൻ പറ്റും എന്നാണ് ഈ ഒന്നാമത്തെ ആയത്തിലൂടെ, ആ വരികൾക്കിടയിലൂടെ നമുക്ക് വായിക്കാൻ പറ്റുക. അല്ലതീ ഖലഖ, സൃഷ്ടിപ്പ് എന്നുള്ളൊരു വാക്ക് ഒന്നാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു ഉൾപ്പെടുത്തി. നിങ്ങൾ നോക്കൂ, ഒരു ചെടി മുളച്ചു വരുന്നതിനെക്കുറിച്ച് ഒരാൾ പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് ബോധ്യപ്പെടും അതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്. ഒരു ഈത്തപ്പഴത്തിൻ്റെയൊക്കെ ഒരു കുരു നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് കൊണ്ട് പോലും പൊട്ടിക്കാൻ കഴിയാത്ത ഈത്തപ്പഴക്കുരുവിനെ പൊട്ടിച്ച് അതിൽ നിന്ന് ഒരു ചെറിയ ഇളം നാമ്പ് പുറത്തേക്ക് വരുന്നു. ചെറുതായിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന അത്രയും ബലമില്ലാത്ത ആ ഒരു ഇളം നാമ്പ് വളർന്നു വലുതാകുന്നു. ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? ഇതൊക്കെ വെറുതെ അങ്ങനെ സംഭവിക്കുമോ? ഇനി അതല്ല, നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷികളെക്കുറിച്ചോ ഒക്കെ പഠിക്കുകയാണെങ്കിലോ, ദേശാടന പക്ഷികളെക്കുറിച്ച് പഠിക്കുന്നത് നമ്മളുടെ സൂറത്തുൽ മുൽക്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ 19-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തെ, സൂര്യനെയും ചന്ദ്രനെയും അതുപോലെയുള്ള സർവ്വചരാചരങ്ങളെയും കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെക്കൊണ്ട്, നമ്മൾ ജീവിക്കുന്ന ഭൂമി നമ്മളെയും കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ പുറത്താണ് നമ്മൾ. ആ കറക്കത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് വിമാനം പോകുന്ന വേഗതയുടെ ഇരട്ടി വേഗതയിലാണ്. വിമാനമൊക്കെ ഏകദേശം 885-900 km/h പോവുക. എന്നാൽ അതിൻ്റെ ഇരട്ടി, ഏകദേശം 1670 km/h ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി ഭൂമി സൂര്യൻ്റെ ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെത്ര വേഗതയിലാണ്? ഒരു സെക്കൻഡിൽ 30 km വേഗതയില്ല. ഒരു സെക്കൻഡ് കൊണ്ട് 30 km അപ്പുറത്തെത്തും. ആ രൂപത്തിലുള്ള വേഗതയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ 30 km അപ്പുറത്തുള്ള സ്ഥലം വിചാരിക്കുക. എന്നിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 30 km അപ്പുറത്തേക്കുള്ള സ്ഥലത്ത് എത്തിയെന്ന് വിചാരിക്കുക. എത്ര സ്പീഡിൽ പോകണം? അത്രയും വേഗതയിലാണ് സൂര്യൻ്റെ ചുറ്റും ഭൂമി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമുക്കൊരു പ്രയാസം ഉണ്ടാക്കുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെയുള്ളൊരു ഭൂമിയെ സൃഷ്ടിച്ചതാരാണ്? ഇങ്ങനെയുള്ളൊരു സൂര്യനെ സൃഷ്ടിച്ചതാരാണ്? ചന്ദ്രനെ സൃഷ്ടിച്ചതാരാണ്? ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടും. നമ്മുടെ ബുദ്ധി പണയം വെച്ചിട്ടില്ലാത്ത ആർക്കും ബോധ്യപ്പെടും അതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഒന്നാമത്തെ ആയത്തിൽ. സൃഷ്ടിച്ചവനായ താങ്കളുടെ നാഥൻ്റെ നാമത്തിൽ താങ്കൾ വായിക്കണം. ഇനി അങ്ങനെ പലതിനെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഏത് സൃഷ്ടിപ്പിനെക്കുറിച്ച് പഠിച്ചാലും അള്ളാഹുവിലേക്കെത്തും. എന്നാൽ അതിൽ നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണ്? മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. കാരണം നമ്മൾ മനുഷ്യന്മാരാണല്ലോ. നമ്മുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പഠിക്കാനല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം. അതുകൊണ്ടായിരിക്കാം രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു എന്താ പറഞ്ഞത്? ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ അലഖിൽ നിന്ന്, സിക്താണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചു. എന്താണ് ഈ സിക്താണ്ഡം എന്ന് പറഞ്ഞാൽ? സിക്താണ്ഡം എന്ന് പറയുന്നത് അണ്ടവും ബീജവും തമ്മിൽ കൂടിച്ചേർന്ന ഏറ്റവും ആദ്യ സമയത്തുള്ള അതിൻ്റെ അവസ്ഥയാണ്. അല്ലെങ്കിൽ ആ രൂപത്തിനെയാണ്, ആ കണികയാണ് സിക്താണ്ഡം എന്ന് പറയാം. നമുക്കറിയാം, സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഓരോ മാസവും അണ്ടങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൻ്റെ 2 വശങ്ങളിലായിട്ട് അണ്ടാശയങ്ങളുണ്ട്, ഓവറി ഉണ്ട്. ഒരു ചെറിയ പെൺകുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ ആ പെൺകുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരുപാട് അണ്ടങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് അണ്ടങ്ങൾ. അതിൽ ഏറെക്കുറെ എല്ലാ അണ്ടങ്ങളും ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതോടുകൂടി ആ അണ്ടങ്ങളൊക്കെ നശിച്ചു പോവും. വളരെ കുറച്ച് അണ്ടങ്ങൾ മാത്രമേ ബാക്കിയാവുള്ളൂ. ആ ബാക്കിയുള്ള അണ്ടങ്ങൾ ഓരോ മാസത്തിൽ ഓരോന്നായിട്ട് പുറത്തേക്ക് വരും പ്രായപൂർത്തി എത്തിയതിന് ശേഷം. ആ അണ്ടം പുറത്തേക്ക് വന്നതിന് ശേഷം അണ്ടവാഹിനിക്കുഴലിലൂടെ ഗർഭപാത്രത്തിലേക്കാണ് പോവുക. ആ അണ്ടവാഹിനിക്കുഴലിലൂടെ പോകുന്ന സമയത്ത് ഒരു ബീജവുമായിട്ട് കൂടിച്ചേരാനുള്ള അവസരം ഇല്ലെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കുക? പിന്നീട് അണ്ടം ഗർഭപാത്രത്തിലേക്കെത്തും. അവിടെ
ഒരു കുഞ്ഞ് വളരുകയാണെങ്കിൽ ആ കുഞ്ഞിന് വളരാൻ ആവശ്യമായ തരത്തിൽ അവിടുത്തെ രക്തക്കുഴലുകളും ആ ഗർഭപാത്രത്തിൻ്റെ ഉൾപ്പാളികളുമൊക്കെ ക്രമീകരിക്കും. ആദ്യമേ ആ രൂപത്തിൽ ക്രമീകരിച്ചിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു കുഞ്ഞ് വളരുന്നില്ല എങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് നേരെ ആ രക്തക്കുഴലൊക്കെ പൊട്ടി അവിടെ അതിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒഴിവാക്കുകയാണ്, അത് പുറത്തേക്ക് വരികയാണ്. അതാണ് മാസമുറ, പീരിയഡ്സ് എന്ന് പറയുന്നത്. ഓരോ മാസത്തിൽ പ്രായപൂർത്തിയെത്തിയതിന് ശേഷം സ്ത്രീകൾക്കുണ്ടാകുന്ന മാസമുറ അതാണ്. അപ്പോൾ ഈ ഒരു അണ്ടാശയത്തിൽ നിന്ന് ഓവറിൽ നിന്ന് പുറത്ത് ചാടി 14 ദിവസം കഴിയുമ്പോഴാണ് ഈ തരത്തിൽ ഇത് സംഭവിക്കുന്നത്, ഈ മാസമുറ സംഭവിക്കുന്നത്. വീണ്ടും അടുത്തൊരു 14 ദിവസം കൂടെ കഴിയുമ്പോൾ പുതിയൊരു അണ്ടം പുറത്തേക്ക് ചാടും. അപ്പോൾ എത്രയായി? 28 ദിവസമായി ആകെ. ആദ്യത്തെ അണ്ടം പുറത്തേക്ക് വന്ന് പിന്നീട് അടുത്ത അണ്ടം പുറത്തേക്ക് വരാൻ 28 ദിവസമായി. അപ്പോൾ കൃത്യമായ മാസമുറ എന്ന് പറഞ്ഞാൽ 28 ദിവസം കൂടുമ്പോഴാണ് മാസമുറ സംഭവിക്കുക. അത് ഒരു മാസത്തിൽ വലതുവശത്തുള്ള അണ്ടാശയത്തിൽ നിന്നാണ്, ഓവറിൽ നിന്നാണ് അണ്ടം പുറത്തേക്ക് ചാടുന്നതെങ്കിൽ അടുത്ത മാസം നേരെ ഇടതുവശത്തുള്ള അണ്ടാശയത്തിൽ നിന്നാണ് അണ്ടം പുറത്തേക്ക് ചാടുക. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുക? ഈ അണ്ടാശയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഓവറിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന അണ്ടം അണ്ടവാഹിനി കുഴലിലേക്ക് എത്തുമ്പോൾ ആ സമയത്ത് അങ്ങോട്ടൊരു ബീജം എത്തിയാൽ, പുരുഷൻ്റെ ബീജം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ബീജം അണ്ടവുമായിട്ട് കൂടിച്ചേരും. ഈ അണ്ടം എന്ന് പറയുന്നത് ഒരു പേന കൊണ്ട് പേപ്പറിലൊരു കുത്തിട്ട് അത്ര വലിപ്പേ ഉണ്ടാവുള്ളൂ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അത്ര വലിപ്പേ ഉണ്ടാവുള്ളൂ. കണ്ണുകൊണ്ട് കാണാൻ പറ്റും വെച്ചാൽ കാണാൻ പറ്റും, എന്നാൽ വളരെ ചെറുതാണ്. ബീജം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാനേ പറ്റൂല. കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത, മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ പറ്റുന്ന അത്രയും ചെറുതാണ് ബീജം, പുരുഷൻ്റെ ബീജം. ഇത് രണ്ടുമാണ് കൂടിച്ചേരുന്നത്. ഈ പുരുഷൻ്റെ ബീജം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനുണ്ടാവും ഒരു സമയത്ത് തന്നെ. എന്നാൽ സ്ത്രീക്ക് അണ്ടം ഒരെണ്ണം മാത്രമാണ് ഒരു മാസത്തിൽ പുറത്തേക്ക് വരിക. ശരി, അങ്ങനെ ഈ അണ്ടവും ബീജവും തമ്മിൽ ആ ട്യൂബിൽ വെച്ചിട്ടാണ് കൂടിച്ചേരുക. ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴൽ എന്ന് പറയും. അതായത് അണ്ടാശയത്തിൽ നിന്ന്, ഓവറിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന അണ്ടം ഒരു കുഴലിലൂടെയാണ് ഗർഭപാത്രത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞല്ലോ. ആ കുഴലിനെയാണ് അണ്ടവാഹിനി കുഴൽ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. ആ ട്യൂബിൽ വെച്ചിട്ടാണ് അണ്ടവും ബീജവും കൂടിച്ചേരുക. അങ്ങനെ കൂടിച്ചേർന്നതിന് ശേഷം ആ ഒരു അവസ്ഥയാണ് സിക്താണ്ഡം എന്ന് പറയുന്നത്. ആ സിക്താണ്ഡം പിന്നീട് നേരെ ഗർഭപാത്രത്തിലേക്ക് എത്തുകയാണ്. ഏകദേശം 2-3 ദിവസം എടുക്കും ഗർഭപാത്രത്തിലേക്ക് എത്താൻ. അങ്ങനെ ഗർഭപാത്രത്തിലെത്തിയതിന് ശേഷം ആ സമയത്തൊക്കെ അതിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കോശങ്ങൾ വിഭജിക്കുന്നുണ്ട്, ഇരട്ടിയായി മാറുന്നുണ്ട്, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ 7ാമത്തെ ദിവസം ഗർഭപാത്രത്തിൻ്റെ പിൻപാളിയിൽ ഈ സിക്താണ്ഡം അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇംപ്ലാന്റേഷൻ എന്ന് പറയും. പിന്നീട് ആ കുഞ്ഞിൻ്റെ വളർച്ച അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഏകദേശം ഒരു 21 ദിവസമൊക്കെ ആകുമ്പോൾ, അണ്ടവും ബീജമൊക്കെ കൂടിച്ചേർന്ന് ഏകദേശം 21 ദിവസമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിക്താണ്ഡം അല്ലെങ്കിൽ ഭ്രൂണം അതിനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ കൃത്യമായ അട്ടയുടെ രൂപം ഉണ്ടാവുക. അട്ടയുടെ രൂപം മാത്രമല്ല, ആ സമയത്ത് ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അട്ടയെപ്പോലെ അള്ളിപ്പിടിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ്. അട്ട മറ്റൊരു ശരീരത്തിൽ നിന്ന് രക്തം വലിച്ചൂറ്റി കുടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഈ കുഞ്ഞും ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചൂറ്റി കുടിച്ചിട്ടാണ് ജീവിക്കുന്നത്. എക്സ്റേ എടുത്താലും ഏകദേശം ഒരേപോലെ ഉണ്ടാവുക. അപ്പോൾ അട്ട എന്നുള്ള ആ ഒരു പദപ്രയോഗം, അലക്ക് എന്നുള്ള പദത്തിന് അട്ട എന്നുള്ള ആ ഒരു പദപ്രയോഗം കൃത്യമായി 100% യോജിക്കുന്നതാണ്. മാത്രമല്ല ഈ സമയത്ത് ആ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള രക്തം അത് കൂടുതൽ സർക്കുലേഷൻ ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകൽ വളരെ കുറവാണ്, കുറച്ച് മാത്രമേ നീങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്തക്കട്ട കിടക്കുന്ന പോലെ തോന്നുക. നമ്മൾ സാധാരണ രക്തം എന്ന് പറയുന്നതും രക്തക്കട്ട എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. രക്തം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന രക്തമാണ്. രക്തക്കട്ട എന്ന് പറയുമ്പോൾ അത് ഒഴുകാതെ നിൽക്കുന്ന സമയത്താണല്ലോ രക്തക്കട്ട എന്ന് പറയാം. അപ്പോൾ ഇത് കട്ട പിടിച്ച പോലെയാണ് തോന്നുക, ചെറിയ ഒരു സർക്കുലേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ രക്തക്കട്ട എന്നുള്ള അർത്ഥവും കൃത്യമായി യോജിക്കുന്നതാണ്. ഇനി അള്ളിപ്പിടിച്ചാണ് അത് ജീവിക്കുന്നത്. അപ്പോൾ പറ്റിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ അള്ളിപ്പിടിച്ച് ജീവിക്കുന്നത് എന്നുള്ള അർത്ഥവും 3 അർത്ഥങ്ങളും, അള്ളിപ്പിടിച്ച് ജീവിക്കുന്നത്, രക്തക്കട്ട, അട്ട, ഈ 3 അർത്ഥങ്ങളും കൃത്യമായി യോജിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കാലം, ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും ആദ്യകാലം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. അതാണ് അലക്കിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത്. അലക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ പറയുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അലക്ക് എന്താണെന്നുള്ളത് ബോധ്യപ്പെടുള്ളൂ, അല്ലെങ്കിൽ അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അത്രയും വിശദീകരിച്ച് എങ്ങനെയാണ് അണ്ടവും ബീജവും തമ്മിൽ കൂടിച്ചേർന്ന് അങ്ങോട്ട് എത്തുന്നതെന്നൊക്കെ പറയാനുള്ള കാരണം. എന്നാലേ നമുക്ക് അലക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു അലക്കിൽ നിന്ന്, ഇങ്ങനെയുള്ള
ഈ ഒരു കുഞ്ഞിൽ നിന്നാണ് ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലത്തൊക്കെ എങ്ങനെയാണ് ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും ആദ്യകാലം ഈ രൂപത്തിലാണ്, അത് അട്ടയുടെ രൂപം ഉണ്ടാവും, രക്തക്കട്ട പോലെ ആയിരിക്കും, മള്ളിപ്പിടിച്ച്, ഇതൊക്കെ ആർക്കാ മനസ്സിലാവുക? എങ്ങനെ മനസ്സിലാവുക? അന്ന് ഈ പറഞ്ഞ സ്കാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് അതിന് യോജിച്ചൊരു പദം, ഈ ഒരു പദത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഡോക്ടർ കീത്ത് എൽ മൂർ എന്ന് പറയുന്ന എംബ്രിയോളജിസ്റ്റ്, അദ്ദേഹം സൗദി അറേബ്യയിൽ വെച്ച് പ്രഖ്യാപിച്ചത് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ സ്വന്തമായിട്ട് എഴുതിയതല്ല ഖുർആൻ, അതെനിക്ക് ബോധ്യപ്പെട്ടു, ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ശക്തിയുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കാനുള്ള കാരണം ഈ ഒരു പദത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ്. അതേപോലെ തന്നെ ആ ഗർഭപാത്രത്തിൻ്റെ അറകളെക്കുറിച്ച് പഠിച്ചിട്ട്, ഗർഭപാത്രത്തിന് 3 അറകളുണ്ട്, ഇരുട്ടറകളാണ്. അതിൽ ഓരോ അറക്കും 3 പാളികളുണ്ട്. അത്ഭുതമാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ഫി ളുലുമാത്തിൻ സലാസ, 3 ഇരുട്ടറകളിലെന്ന്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടാണ് ഡോക്ടർ മോറിസ് ബുക്കായി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്. അപ്പോൾ ഇതൊക്കെ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. എങ്ങനെയാണ് ആ ഒരു കാലത്ത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു കാലത്ത് ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുക? ഈ കീത്ത് എൽ മൂർ എന്നൊക്കെ പറയുന്ന എംബ്രിയോളജിസ്റ്റ്, അദ്ദേഹം എഴുതിയ പുസ്തകം ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന് പറയുന്ന പുസ്തകം വളരെ പേരുകേട്ടതാണ്. MBBS പഠിക്കുന്ന കുട്ടികളിൽ പലരും അത് പഠിക്കുന്നതാണ്. 6ഓളം ഭാഷകളിലേക്ക്, 8 ഭാഷകളിലേക്കൊക്കെ അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ബുക്കൊക്കെ എഴുതിയ ആളാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ ഒരു അലക്ക് എന്നുള്ളൊരു പദം, ആ പദത്തിൻ്റെ ഈ 3 അർത്ഥങ്ങൾ അതൊരിക്കലും ആ കാലത്ത് ഒരാൾക്കും പറയാൻ സാധ്യമല്ല, അതിൻ്റെ പിന്നിൽ മറ്റൊരു ശക്തിയുണ്ട്, മനുഷ്യനെ കൊണ്ട് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇവിടെ ശരിക്ക് കീത്ത് എൽ മൂറും മോറിസ് ബുക്കായും ഒക്കെ വായിച്ച വായന ഏത് വായനയാണ്? വെറും വാക്കർത്ഥങ്ങളുടെ വായനയല്ല. അവർ വെറും ഒരു പദങ്ങൾ വായിക്കല്ല ചെയ്തത്, അവരതിൻ്റെ ആശയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്തത്. ആ വായനയാണ് നമ്മളെ സൃഷ്ടാവിലേക്ക് എത്തിക്കുക. ആ വായനയാണ് നമുക്ക് സൃഷ്ടാവ് ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ആശയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ ആശയങ്ങൾ എന്ന് മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിലുള്ള ഇഖ്റ. താങ്കൾ വായിക്കണം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ ആകമാനം താങ്കളൊന്ന് വായിച്ചു നോക്കണം. ഈ പ്രപഞ്ചത്തിൽ താങ്കൾ കാണുന്ന എല്ലാറ്റിനെയും താങ്കളൊന്ന് വായിച്ചു നോക്കണം. അതിന് വായന അറിയേണ്ട ആവശ്യമില്ല, എഴുത്തും വായന അറിയേണ്ട ആവശ്യമില്ല, അതിന് ചുണ്ടുകളുടെ ആവശ്യമില്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ശരി, അപ്പോൾ ആദ്യ 2 ആയത്തുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ആദ്യ ആയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ, താങ്കൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കണം, താങ്കളെ സൃഷ്ടിച്ചവനായ താങ്കളുടെ റബ്ബിൻ്റെ നാമത്തിൽ താങ്കൾ വായിക്കണം എന്നുള്ള കൽപ്പനയാണ് ആദ്യത്തെ ആയത്തിൽ. രണ്ടാമത്തെ ആയത്തിൽ ആ റബ്ബ് ആരാണ് എന്ന് ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അള്ളാഹു അലഖിൽ നിന്ന് സൃഷ്ടിച്ചു. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഇഖ്റ, ഖാഫിന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. 5 അക്ഷരങ്ങളുണ്ട് ആ കൂട്ടത്തിൽ. ഖുതുബ്, ജദ് എന്ന് ഓർത്താൽ മതി. ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്. ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും കുറച്ച് എടുത്ത് പറയണം, വെളിവാക്കി പറയണം. അപ്പോൾ ഖ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലസി ഖലഖ്. അവിടെ ഖലഖ് എന്ന് എഴുതിയപ്പോൾ അവസാനത്തെ ഖാഫിന് ഫത്ഹാണ്. പക്ഷെ അവിടെ പാരായണം നിർത്തുമ്പോൾ സുക്കൂനിട്ടിട്ടാണല്ലോ നിർത്തുക. അപ്പോൾ ഖാഫിന് സുക്കൂന് വരും. കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. ഖലഖ് എന്ന് പറഞ്ഞാൽ പോരാ, ഖലഖ്. അടുത്തായത് ഖലഖൽ ഇൻസാന, സീനിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നൂനിൻ്റെ സുക്കൂന് വെറും പുള്ളി മാത്രവും കാണും, പുള്ളിക്ക് പുറമെ സുക്കൂനിൻ്റെ അടയാളവും കാണും ചില സന്ദർഭങ്ങളിൽ. അതിന് ഇതേ ആയത്തിൽ വരുന്നുണ്ട്. നൂനിൻ്റെ പുള്ളിക്ക് പുറമെ സുക്കൂനിൻ്റെ അടയാളം കൂടി ഉണ്ടെങ്കിൽ അവിടെ ഇൽഹാറാണെന്ന് ഉറപ്പിക്കാം. അല്ലാത്ത സന്ദർഭങ്ങളിൽ, വെറും പുള്ളി മാത്രമുള്ള സന്ദർഭങ്ങളിൽ ഒരിക്കലും ഇൽഹാർ അല്ലാത്ത മറ്റെന്തോ നിയമമാണ്. അപ്പോൾ ഇവിടെ ഇൻസാന എന്നുള്ളിടത്ത് ആ ഒരു നൂനിന് പുള്ളി മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇൽഹാറല്ല. പിന്നെ മറ്റേത് നിയമം എന്നുള്ളത് നമുക്ക് പഠിച്ചിട്ട് മനസ്സിലാക്കണം. ഇവിടെ സീനിൻ്റെ മുമ്പായതുകൊണ്ട് ഇഖ്ഫ ആണ്, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഇൻസാന മിൻ അലഖ്, അവിടെ നോക്കൂ, നൂനിൻ്റെ പുള്ളിക്ക് പുറമേ സുക്കൂൻ്റെ അടയാളമുണ്ട്. അപ്പോൾ അവിടെ ഇൽഹാറാണെന്ന് ഉറപ്പിക്കാം. എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അത് ഐനിൻ്റെ മുമ്പായതുകൊണ്ടാണ്. 6 അക്ഷരങ്ങളുടെ മുമ്പ് സുക്കൂനുള്ള നൂന് വരുമ്പോൾ ഇതുപോലെ ഇൽഹാർ വരും.
ഏതൊക്കെയാണ് 6 അക്ഷരങ്ങൾ? ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഹ. ഈ 6 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിൻ്റെ മുമ്പും സുക്കൂനിലെ നൂനോ തൻവീനോ ഒക്കെ വന്നാൽ അവിടെ ഇൽഹാറാണ് ചെയ്യേണ്ടത്. അപ്പോൾ മിൻ അലഖ്, അവസാനത്തെ ഖാഫിന് അവിടെ കസ്ർ തൻവീനാണെങ്കിലും നമ്മൾ നിർത്തുമ്പോൾ സുക്കൂൻ ഇട്ടിട്ടാണല്ലോ നിർത്തുക. അപ്പോൾ അതുകൊണ്ട് അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. ഖ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. നമുക്ക് ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലസീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇഖ്റ, ഖറഅ എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയയാണ് ഇഖ്റ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. തുടക്കത്തിലുള്ള ആ ഹംസക്ക് ആന്നോ ഈന്നോ ഊന്നോ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇഖ്റ എന്ന് ഓതുന്നത്? എന്തുകൊണ്ട് അഖ്റ എന്ന് ഓതിയില്ല? എന്തുകൊണ്ട് ഉഖ്റ എന്ന് ഓതിയില്ല? അത് മനസ്സിലാക്കാൻ ഇത്ര നോക്കിയാൽ മതി. മുലാരി ആയിട്ടുള്ള ക്രിയ എടുക്കുക. അപ്പോൾ ഖറഅ എന്നുള്ളതിൻ്റെ മുലാരി എന്താണ്? യഖ്റഉ എന്നാണ്. യഖ്റ. അതിൽ 3ാമത്തെ അക്ഷരം റാഇന് ഫത്ഹല്ലേ? യഖ്റ. അങ്ങനെ 3ാമത്തെ അക്ഷരത്തിന് ഫത്ഹോ കസ്റോ ആണെങ്കിൽ ഈ കൽപ്പനക്രിയകളുടെ ആദ്യം വരുന്ന ഹംസക്ക് കസ്റാണ് കൊടുക്കുക. എങ്ങനെ? മുലാരി ആയിട്ടുള്ള ക്രിയകളുടെ 3ാമത്തെ അക്ഷരത്തിന് ഫത്ഹോ കസ്റോ ആണെങ്കിൽ ആദ്യത്തെ ഈ കൽപ്പനക്രിയയുടെ തുടക്കത്തിൽ വരുന്ന ഹംസക്ക് കസ്റാണ് കൊടുക്കുക. ഇനി 3ാമത് വരുന്ന ആ ഒരു ഭാഗത്ത് 3ാമത്തെ അക്ഷരത്തിന് ലമ്മാണെങ്കിൽ തുടക്കത്തിലും ലം തന്നെയാണ് കൊടുക്കുക. ഇപ്പോൾ ദഖല യദ്ഖുലു, ദഖല യദ്ഖുലു, യദ്ഖുലു. അവിടെ യദ്ഖുലു എന്ന് പറയുമ്പോൾ 3ാമത്തെ അക്ഷരത്തിന് ലമ്മാണ്. അതിൻ്റെ കൽപ്പനക്രിയ ഉദ്ഖുൽ എന്നാണ് വരിക. തുടക്കത്തിൽ എന്നാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഇഖ്റ, ബിസ്മി, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ബിക്ക് ശേഷം വരുന്ന നാമപദങ്ങൾക്ക്, ഇസ്മുകൾക്ക് ജറ് കിട്ടും. സാധാരണ ജറ് എന്ന് പറഞ്ഞാൽ കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ. ഇവിടെ ബിക്ക് ശേഷം ഇസ്മ എന്നാണ് വന്നത്. അപ്പോൾ അതിന് ഇസ്മി എന്ന അവസാനത്തിൽ കസ്ർ ഇടണം. ബിസ്മി, ആ ബി വന്നതുകൊണ്ടാണ് അവസാനത്തിൽ കസ്ർ വന്നത്. ബിസ്മി റബ്ബിക്ക. ഇവിടെ ഇസ്മ എന്നുള്ള ആ ഒരു പദത്തെ റബ്ബ് എന്നുള്ള പദത്തിലേക്ക് ചേർത്തി. കാരണം റബ്ബിൻ്റെ നാമം ഒന്നിൻ്റെ മറ്റൊന്ന് എന്ന് പറയുമ്പോൾ അതിനെ മുലാഫ് മുലാഫിൻ ലഹി എന്നാണ് പറയാം. അവിടെ ഇസ്മി റബ്ബി എന്ന് പറയുമ്പോൾ റബ്ബിൻ്റെ നാമം, കുട്ടിയുടെ പേന, വീടിൻ്റെ വാതിൽ, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർത്തി എന്ന് പറയും. അപ്പോൾ ഇവിടെ ആ ഇസ്മിനെ റബ്ബിലേക്ക് ചേർത്തു. അപ്പോൾ റബ്ബിൻ്റെ പേര് എന്നുള്ള രൂപത്തിലേക്ക് കിട്ടി. അങ്ങനെ വരുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. ഇവിടെ റബ്ബിലേക്കല്ലേ ചേർത്തിയത് ഇസ്മിനെ? അപ്പോൾ റബ്ബിലേക്കാണ് ചേർത്തിയത്. റബ്ബ് എന്നുള്ള പദമാണ് മുലാഫിൻ ഇലൈഹി. അതിന് ജറ് കിട്ടും. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. സാധാരണ കസ്റുണ്ടോ കസ്ർ തൻവീനുണ്ടോ. അതുകൊണ്ട് ഇവിടെ റബ്ബി എന്നെഴുതി. അപ്പോൾ എന്തുകൊണ്ട് റബ്ബി എന്നെഴുതി? അത് മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ട്. ഇനി ആ ഇസ്മ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ജറ് കിട്ടിയിട്ടുണ്ട്. അത് ബി എന്ന് വന്നതുകൊണ്ടാണ്. ഇവിടെ ആ ഇസ്മ എന്നുള്ളതിനെ മുലാഫ് എന്നും റബ്ബ് എന്നുള്ളതിനെ മുലാഫിൻ ഇലൈഹി എന്നും പറയും. ഇനി റബ്ബിക്ക എന്ന് എടുത്തു കഴിഞ്ഞാൽ അതും ശരിക്കും മുലാഫിൻ ഇലൈഹിയാണ്. റബ്ബ് എന്നുള്ളതിനെ ക എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ ക എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. പക്ഷേ ക എന്നുള്ളത് ഒരു മബിനിയായ പദമാണ്. മബിനിയായ പദം എന്ന് പറഞ്ഞാൽ അതിന് ഹർക്കത്ത് മാറ്റാനൊന്നും പറ്റില്ല. ക എന്നുള്ളത് കു എന്നോ കി എന്നോ ഒന്നും ആക്കാനൊന്നും പറ്റില്ല. അത് അങ്ങനെ തന്നെ താനേ പറ്റുള്ളൂ. മബിനി എന്നാണ് അതിന് പറയാം. അപ്പോൾ അത് ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ജറ് കസറിൻ്റെ രൂപത്തിൽ കാണിക്കാൻ പറ്റില്ല. അത് ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അല്ലദീ ഖലഖ, ഖലഖൽ ഇൻസാന. ഖലഖ എന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചു എന്നാണല്ലോ. ആര് സൃഷ്ടിച്ചു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഹുവ എന്നുള്ളത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഖലഖ എന്നുള്ള ആ ഒരു ഫീലിൻ്റെ, ആ വെർബിൻ്റെ, ആ ഒരു ക്രിയയുടെ ഫായിൽ, സബ്ജക്റ്റ്, കർത്താവാരാണ്? ഹുവ എന്നാണ്. അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഇനി ആരെയാണ് സൃഷ്ടിച്ചത്? അൽ ഇൻസാന, മനുഷ്യനെ. അങ്ങനെ പറയുമ്പോൾ ആ ഇൻസാൻ എന്നുള്ള പദം മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അതുകൊണ്ടാണ് ഇൻസാന എന്നെഴുതിയത്. നെസ്ബ് സാധാരണഗതിയിൽ ഫത്ത് കൊണ്ടോ ഫത്ത് തൻവീനുകൊണ്ടൊക്കെയാണ് കാണിക്കുക. അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇൻസാന എന്ന് പറയുമ്പോൾ മനുഷ്യനെ എന്നർത്ഥം കൊടുക്കും. അഥവാ അവിടെ തെറ്റിയിട്ട് ഇൻസാനു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം വരിക? അപ്പോൾ അത് ഫായിലായിട്ട് മാറും. ഖലക്കൽ ഇൻസാനു, മനുഷ്യൻ സൃഷ്ടിച്ചു എന്നാണ് വരിക. ഖലക്കൽ ഇൻസാന എന്നാണെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഖലക്കൽ ഇൻസാനു എന്നാണെങ്കിൽ മനുഷ്യൻ സൃഷ്ടിച്ചു. അർത്ഥം കാര്യമായിട്ട് മാറും. മിൻ അലക്ക്, മിൻ എന്നുള്ളത് നേരത്തെ ബി പറഞ്ഞ പോലെ ഹർഫ് ജറാണ്. മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീനുണ്ടോ. അതുകൊണ്ടാണ് അലക്ക് എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കസ്ർ തൻവീൻ ഇട്ടത്, മിൻ വന്നതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.